കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും രുചിയായിട്ടുള്ള നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലെയുള്ള ഒരു 1 പോട്ട് ചിക്കൻ റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കുന്ന വൈറ്റ് റൈസിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അതിന് അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പുലാവ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ ബസ്മതി റൈസാണ് എടുക്കേണ്ടത്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അരമണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് റൈസിന് 7-8 കപ്പോളം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് റൈസ് കുതിർത്ത വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 2 തക്കോലം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കോലം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് ചേർത്തതിന് ശേഷം വീണ്ടും വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങിയാൽ പിന്നെ ഒരു 10-12 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ റൈസ് റെഡിയാവും. അപ്പോൾ ഇതാ റൈസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ വെന്തുടയരുത് കേട്ടോ, നല്ലൊരു പാകത്തിലുള്ള വേവിൽ എടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് വെള്ളം പോകാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ഒരു മുട്ടയുടെ പകുതിയോളം ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പകുതിയിലും കുറവായിട്ടാണ് ഞാൻ ഈ ചിക്കനിൽ ചേർക്കുന്നത്. കാരണം ഇത് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കയറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്തിട്ട് ഈ എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ചിക്കൻ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ ചിക്കൻ മുഴുവനും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവനും തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗം കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ മാത്രമേ ഈ ഒരു പാനിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും എണ്ണ എടുക്കുന്നുണ്ട്. എണ്ണ കളയാനൊന്നുമില്ല, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. കൂടുതലുണ്ടെങ്കിൽ എണ്ണ കളയണം കേട്ടോ. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് തന്നെ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് അതും കൂടി എണ്ണയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. പിന്നെ ഒരു 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് സമയം ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ വഴറ്റുക. അപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ്. നല്ലൊരു ചിക്കൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് നല്ല തിളപ്പിച്ചെടുത്ത വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. 2 സോസുകളും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി, അതായത് സിർക്ക ചേർക്കുന്നുണ്ട്.
വെള്ളം കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിലും കുറവായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. തേനിന് പകരം നിങ്ങൾക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതിയാവും. അപ്പോൾ വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ മിക്സാണ്, നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാനായിട്ട്. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കോൺഫ്ലോർ മിക്സ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ സമയത്ത് കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോൺഫ്ലോർ ഒഴിച്ച സമയത്ത് കറി കുറച്ചധികം തിക്കായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 1/3 കപ്പോളം വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഒരു 5-6 ബീൻസ് വലുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഏകദേശം ഒരു 1/3 കപ്പോളം ക്യാരറ്റ് കട്ട് ചെയ്തത്, ഒരു സവാള, ഏകദേശം ഒരു സവാളയുടെ പകുതിയോളം വലുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു 1/4 കപ്പോളം മഷ്റൂം ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പോളം ബ്രോക്കലി ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, 3 കളറിലുള്ള ക്യാപ്സിക്കം ഏകദേശം 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കളറായാലും മതി കേട്ടോ. ഞാൻ നല്ല കളർഫുള്ളായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 കളർ ചേർത്തതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ചേർത്താൽ മതി. ഞാനിതിൽ ചേർത്ത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വെന്ത് വരണം, ഒരു 3 മിനിറ്റ് സമയം. അത്രയും സമയം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്തുടയണ്ട കേട്ടോ, മാക്സിമം ഒരു 3 മിനിറ്റ് സമയം വേവിച്ചാൽ മതി. അങ്ങനെ ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ ഒരു അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഉടഞ്ഞിട്ടില്ല, എന്നാൽ നമുക്ക് കഴിക്കാൻ പാകത്തിൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും ചേർത്ത് മിക്സ് ചെയ്താൽ പിന്നെ നമ്മുടെ കറി ഏകദേശം റെഡിയായി. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ എന്നാൽ വളരെ രുചിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. ഞാൻ ഇതുപോലെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. മൺപാത്രത്തിന് പകരം നിങ്ങൾക്ക് ചെറിയ നോൺ സ്റ്റിക്ക് പോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അലൂമിനിയം പോട്ടുള്ളതെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഏത് പാത്രമാണെങ്കിലും എടുക്കാം. അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ റൈസ് ആദ്യം മൺപാത്രത്തിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പോയിട്ട്. അപ്പോൾ റൈസ് ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ബാക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പൊങ്ങിക്കെടുക്കുന്ന റൈസിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവി കുറച്ചധികം തന്നെ ഇട്ടോളൂ. ഗ്രേവി നല്ലതുപോലെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ അവർ കൊണ്ടുതരുമ്പോൾ കാണാറില്ല, ഇങ്ങനെ ആവി പോകുന്നുണ്ടാവും. ഇങ്ങനെ ആവി പറക്കുന്ന റൈസും ഈ ഒരു ഗ്രേവി ആയിട്ടാണ് കിട്ടുക. അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒരാൾക്കുള്ള അത്രയും പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 3-4 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം മൺപാത്രമാണ്, പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലതുപോലെ ആവി വരുന്നുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം അതെന്തുമാത്രം ടേസ്റ്റിയാണെന്നുള്ളത്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇത് വാങ്ങുന്ന സമയത്ത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, അതേപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഉണ്ടാക്കാനും സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
താങ്ക്